നമുക്കറിയാം ഈ ഒരു ബിഗ് ബോസ് സീസണിലെ ഏറ്റവും വലിയ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ ജാഫർ തന്നെയായിരുന്നു. ആദ്യമൊക്കെ നല്ല നെഗറ്റീവ് ആയിരുന്നു, പിന്നെ ഗബ്രി പോയതോടുകൂടി അതായത് ഒരു അവസാന എൻഡിലേക്ക് എത്തിയപ്പോൾ കുറച്ച് പോസിറ്റീവൊക്കെ പറ്റി 3-ാം സ്ഥാനത്ത് ജാസ്മിൻ എത്താൻ സാധിച്ചു. ആ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് 3-ാം സ്ഥാനത്തേക്ക് വരെ ജാസ്മിൻ എത്തുമെന്ന് ആരും വിചാരിച്ചിരുന്നതല്ല. പക്ഷേ ആ ഒരു ഗബ്രി പോയി കഴിഞ്ഞുള്ള നല്ലൊരു പോസിറ്റീവ് ജാസ്മിന് കിട്ടിയതോടുകൂടി അവർ 3-ാം സ്ഥാനത്തെത്തി. സത്യം പറഞ്ഞാൽ കപ്പ് നേടേണ്ട ഒരു മത്സരാർത്ഥി തന്നെയാണ്. എങ്കിൽ പോലും 3-ാം സ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വെച്ച് നല്ലൊരു പൊസിഷൻ തന്നെയാണ്. എന്തായാലും നമ്മുടെ ജാസ്മിന് അവരുടെ യൂട്യൂബ് ചാനൽ വഴി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത്. എന്തായാലും തൻ്റെ സഹ മത്സരാർത്ഥികളെക്കുറിച്ച് എല്ലാം നല്ല കാര്യം തന്നെയാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത്. സിബിൻ നല്ല മത്സരാർത്ഥിയാണ്, ജിൻഡോ ചേട്ടനെ വിളിച്ചിരുന്നു, അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്, എന്തായാലും തന്നെ എപ്പോഴും എനർജി ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് റസ്മിൻ. പിന്നെ ഗബ്രിയെ താൻ വിളിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ജാസ്മിൻ പറഞ്ഞു. തന്നെ ചതിച്ചവരുണ്ട്, അവരുമായിട്ട് ഒരു ബന്ധത്തിനും ഇല്ലെന്ന് ജാസ്മിൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ആരൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ ജാസ്മിൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അതിൽ തന്നെ അധികം ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. നമുക്കറിയാം ജാസ്മിൻ ഇറങ്ങിയിട്ട് അധികം ഇൻ്റർവ്യൂ ഒന്നും ജാസ്മിൻ കൊടുത്തിട്ടേ ഇല്ല. താൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തൻ്റെ യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും കൂടുതൽ പറയാൻ പോകുന്നതെന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ചതിച്ചവരെ ഇനി തൻ്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുകയില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത്. അതുപോലെ തന്നെ കല്യാണം ഉടനെങ്ങും ഉണ്ടാകില്ലെന്ന് പറയുന്നുണ്ട്. സോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും സംഭവം. സോ ഈ ഒരു വീഡിയോത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.